ഹായ്, വെൽക്കം ടു ബിന്ദുസ് ഹോം. ഞാനിന്നിവിടെ കൂവ വിരകിയതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തിരുവാതിരയൊക്കെ അടുത്ത് വരികയാണല്ലോ, എല്ലാവരും തിരുവാതിരയ്ക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂവപ്പൊടി മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇത് ഇവിടെ തയ്യാറാക്കിയ കൂവപ്പൊടിയാണ്. ഇനി അത് വിരകാൻ വേണ്ടി ഒരു അടി കട്ടിയുള്ളൊരു പാത്രത്തിൽ നെയ്യ് നന്നായി തടവി കൊടുക്കുക. അത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് നെയ്യ് തടവുന്നത്. ഞാൻ ഒരു ഗ്ലാസ് കൂവപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് കൂവപ്പൊടിക്ക് അതേ ഗ്ലാസ്സിൽ തന്നെ 4 ഗ്ലാസ് വെള്ളം എടുത്ത് കൂവപ്പൊടി നന്നായി കലക്കിയ വെള്ളം ഒരു അരിപ്പ വെച്ച് വിരകുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പാകമായി വന്ന ഒരു പഴം എടുത്ത് അത് നന്നായി ചെറുതായി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർക്കാം. പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പുപൊടി ചേർക്കുന്നുണ്ട്. ഇതിൽ മധുരത്തിനായി ഞാൻ ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ 4 ശർക്കര എടുത്ത് പാനിയാക്കി വെച്ചിട്ടുണ്ട്. പാനി നമുക്ക് ഇതിലേക്ക് അരിച്ചു കൊടുക്കാം. അതിനുശേഷം ഒരു കയ്യിലെടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കൂവപ്പൊടി അടിയിൽ ഊറി നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അതെല്ലാം നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് ഇത് അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ തന്നെ നന്നായി ഇളക്കി കൊടുക്കണം. ഇത് അടിയിൽ പിടിക്കാൻ നല്ല ചാൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഇത് ഒരു ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഇത് വെള്ളം വറ്റുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അഥവാ ഇത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ 3 ഏലക്ക പൊടിച്ചത് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ കൂവ വിരകിയത് ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഹെൽത്തി ഫുഡ് കൂടിയാണ്. അപ്പോൾ തിരുവാതിരയ്ക്ക് ഇതെല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം പറയണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.